അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ക്ലബിൻ്റെ ഓണപരിപാടിക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. വായിക്കും പ്രസാദേട്ടാ. പാചകം ഞാൻ പാർവതിനെ ഏൽപ്പിക്കാം. ഗുഡ്. അയ്യോ എനിക്ക് പാചകം ചെയ്യാൻ അറിഞ്ഞൂടാ. ഞാൻ വെള്ളം തിളപ്പിക്കാം. പ്രസാദേട്ടാ ഫുഡ് ഞങ്ങൾ വായിക്കണം അല്ലേ? ഓക്കെ പ്രസാദേട്ടാ മന്തി പോരെ? പ്രസാദ ബിരിയാണി മതി. പൊന്ന് പ്രസാദേട്ടാ, ഓണത്തിനാണോ മന്തിയും ബിരിയാണിയൊക്കെ? ഷവായി ശവത്തിൻ്റെ ഇതൊന്ന് ഫുഡ് ഞാൻ ഏൽപ്പിച്ചോളാം. ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പാർവതിക്ക് അറിയാം. അത് ഞാൻ ചെയ്യാം. ഈ ഉദിച്ചു വരുന്ന സൂര്യൻ, മല, പക്ഷികളൊക്കെ ഞാൻ നന്നായി വരയ്ക്കും. തമാശയാണ്. ഹാ വെച്ചിട്ട് കോഴി വരയ്ക്കാൻ അറിയും? ഇല്ല. പഠിപ്പിക്കട്ടെ. അതേപോലെ തന്നെ ഒരു ഗുണമില്ല. ഇനിയിപ്പോൾ പാർവതിക്ക് എന്ത് ഡ്യൂട്ടി കൊടുക്കും? ഒരു കാര്യം ഞാൻ പ്രസാദേട്ടാ, പാർവതി ചേച്ചി പ്രസാദിന് അസിസ്റ്റന്റ് ആയിക്കോ. അങ്ങനെ വെറുതെ ഇവിടെ കുത്തിയിരിക്കാന്ന് ആരും വിചാരിക്കണ്ട. അത് ഞാൻ ചെയ്യാം. അത് പോരെ പ്രസാദേട്ടാ, അതുപോലെ നിന്റെ ഒക്കെ അതിലെ പഴയ പോരെ. പ്രസാദ് ഇച്ചിരി പയ്യെ പോ. ഈ അസിസ്റ്റൻ്റാന്ന് വിചാരിച്ച എപ്പോഴും എൻ്റെ പുറകെ ഇങ്ങനെ നടക്കണമെന്നില്ല. അവൻ എവിടെ പോവാനാ? അപ്പോൾ പൂക്കടയിൽ നമ്മൾ എത്ര രൂപ കൊടുത്ത്? 700 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി പൂ വാങ്ങിക്കാൻ വരുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞു. പ്രസാദ് ഒരു മിനിറ്റ്. ഹലോ.